നമസ്കാരം. പ്രധാന വാർത്തകൾ. സി കൃഷ്ണകുമാറിനെതിരായ പീഡനാരോപണം. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസ് മാർച്ച്. സി കൃഷ്ണകുമാറിനെതിരായ പീഡനാരോപണത്തിൽ കോൺഗ്രസ് നടത്തിയ ബി.ജെ.പി. ഓഫീസ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസ് മർദ്ദനത്തിൽ കോൺഗ്രസ് കൗൺസിലറെ തലപൊട്ടി. കനത്ത പോലീസ് സന്നാഹമാണ് ബി.ജെ.പി. ഓഫീസ് പരിസരത്ത് ഏർപ്പെടുത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. സംഘർഷത്തിൽ കോൺഗ്രസ് കൗൺസിലറുടെ തലയ്ക്ക് പരിക്കേറ്റു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച ശേഷം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസ്. ഹൈക്കോടതിയിൽ നിന്ന് നിർണായക വിധി. ഫോർട്ട് സ്റ്റേഷനിലെ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഹൈക്കോടതി. അന്വേഷണത്തിൽ സിബിഐക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി. ഒന്നാം പ്രതിക്ക് സിബിഐ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. ഈ വിധി ഉൾപ്പെടെ റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടത്. 2018 സിബിഐ കോടതി 2 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. 4ാം പ്രതി നേരത്തെ ഭരിച്ചിരുന്നു. 4 പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. മതിയായ തെളിവുകളില്ലാത്ത കേസിൽ സിബിഐ അന്വേഷണം ശരിയായ രീതിയിൽ അല്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ട്രാവലർ തിരിക്കുന്നതിനിടെ പിന്നിൽ വന്നിടിച്ചു. സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. ചിറ്റാരിക്കാൽ കാരമല സ്വദേശി ആൽബർട്ടാണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ചിറ്റാരിക്കാൽ ചെറുപുഴ റോഡിലെ നയാര പെട്രോൾ പമ്പിന് സമീപത്താണ് അപകടമുണ്ടായത്. ട്രാവലർ പെട്രോൾ പമ്പിലേക്ക് തിരിക്കുന്നതിനിടെ പിറകിൽ വന്ന സ്കൂട്ടർ ട്രാവലറിനെ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനം ട്രാവലറിന് അടിയിലേക്ക് പോയി. ഗുരുതരമായി പരിക്കേറ്റ ആൽബർട്ടിനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തോട്ടപ്പള്ളിയിലെ വയോധികയുടെ കൊലപാതകം. 3ാം പ്രതി അബൂബക്കറിന് ജാമ്യം. ആലപ്പുഴ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അബൂബക്കറിനെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. കൊലപാതകം നടത്തിയത് തൃക്കുന്നപ്പുഴ സ്വദേശികളായ ദമ്പതികളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അബൂബക്കറിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയേക്കുമെന്നും വാർത്തയുണ്ടായിരുന്നു. കൊലപാതകത്തിൽ അബൂബക്കറിന്റെ പങ്കില്ലെന്നും വയോധികയെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അറസ്റ്റിലായ സൈനുലാബ്ദീനും ഭാര്യ അനീഷയുമാണ് കേസിലെ 1, 2 പ്രതികൾ. വിരട്ടുകയൊന്നും വേണ്ട. ആഗോള അയ്യപ്പ സംഗമം നല്ല നിലയ്ക്ക് നടത്തുമെന്ന് മുഖ്യമന്ത്രി. ആഗോള അയ്യപ്പ സംഗമം നടക്കുമെന്നും സർക്കാർ സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനം പോയി ഭൂരിപക്ഷ പ്രീണനം എന്നായോ എന്നും പ്രതിപക്ഷത്തിന് മുഖ്യമന്ത്രി മറുപടി നൽകി. ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ആക്ഷേപത്തിനും മുഖ്യമന്ത്രി മറുപടി നൽകി. ശബരിമല ജാതിമത വ്യവസ്ഥകൾക്ക് അതീതമായ ആരാധനാലയമാണ്. മതമൈത്രി ഉൾക്കൊള്ളുന്ന സ്ഥലം, ലക്ഷക്കണക്കിന് പേർ എത്തിച്ചേരുന്ന സ്ഥലം. ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിൽ എല്ലാവർക്കും താല്പര്യമാണ്. കേരളത്തിന് പുറത്തുള്ളവർക്കും സംഗമത്തിൽ താല്പര്യമുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി കണക്കാക്കേണ്ടതില്ല. സർക്കാരിന്റെ പരിപാടിയല്ല. തിരുവിതാംകൂറിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആലോചിച്ച പരിപാടിയാണ്. ദേവസ്വം ബോർഡാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.